ഇന്ന് ഭാരതത്തിന്റെ ശത്രുക്കൾ അത് ഖലിസ്ഥാൻ തീവ്രവാദിയാണെങ്കിലും ലഷ്കർ ഇ തൊയ്ബക്കാരനാണെങ്കിലും ഏത് തീവ്രവാദിയാണെങ്കിലും ലോകത്ത് ആക്രമിക്കപ്പെടുകയാണ്, അജ്ഞാതനാൽ വധിക്കപ്പെടുകയാണ്. നമുക്കറിയില്ല അജ്ഞാതനെ, പക്ഷെ ഭാരതത്തിന്റെ ശത്രുക്കൾ കൊല്ലപ്പെടുന്നു ലോകത്ത്. കാനഡയിൽ അവൻ അഭയം തേടുന്നു, ഭരണകർത്താക്കളുടെ പിന്നാലെ ഓടുന്നു. ബ്രിട്ടനിൽ അവൻ അഭയം തേടുന്നു. ഞങ്ങളെ ഇന്ത്യ വധിക്കുന്നു. അഭിമാനിക്കേണ്ട ഇന്ത്യക്കാരൻ. എന്തെങ്കിലും ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും ഗതികെട്ട കാര്യം, നമ്മളിപ്പോ ഇവിടുത്തെ നേതാക്കൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ രമേശ് ചെന്നിത്തലാജി ഇപ്പം പഹൽഗാമിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, എന്താണ് അഭിപ്രായം? നമ്മുടെ വീട്ടിലൊരു കള്ളൻ കയറി, എന്താണ് അഭിപ്രായം? അത് നിങ്ങൾ ജയിച്ചു കൂട്ടാഞ്ഞിട്ടല്ലേ? സതീശൻ ജി എന്താണ് അഭിപ്രായം? നിങ്ങൾ സെക്യൂരിറ്റി വെക്കണമായിരുന്നു. കള്ളനെ കള്ളനെന്ന് വിളിക്കാനുള്ള ആംബിയർ ഗോവിന്ദൻ മാഷിന് പോലും ഇല്ല. കള്ളനെ കള്ളാന്ന് വിളിക്കില്ല, തീവ്രവാദിയെ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള നട്ടല്ലില്ല. അഥവാ വെറും ബ്ലഡി പൊളിറ്റിക്സ്. പക്വതയുള്ള നേതൃത്വമാണ് നമുക്കുള്ളത്, നമ്മൾ അഭിമാനിക്കണം. പക്വത കുറവുണ്ടായിരുന്നെങ്കിൽ പിറ്റേന്ന് അടിച്ചാണ്. നമുക്ക് തിരിച്ചടിക്കുക എന്നുള്ളതാണല്ലോ ആണത്തം, അങ്ങനെയാണല്ലോ പറഞ്ഞു വെക്കുക. ഇവിടെ അതല്ലല്ലോ വെച്ചത്. വളരെ പക്വതയോടുകൂടി അവൻ്റെയൊക്കെ കഞ്ഞൂടി മുട്ടിക്കുന്ന രീതിയിൽ ഓരോന്നായി ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വരച്ച വരയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നരേന്ദ്രമോദിയെ പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ അത്തരം ശീലങ്ങളൊക്കെ ഇസ്രയേലിന്റെ മൊസാദിനായിരുന്നു. ഇന്ന് ഭാരതത്തിന്റെ ശത്രുക്കൾ അത് ഖലിസ്ഥാൻ തീവ്രവാദിയാണെങ്കിലും ലഷ്കർ ഇ തൊയ്ബക്കാരനാണെങ്കിലും ഏത് തീവ്രവാദിയാണെങ്കിലും ലോകത്ത് ആക്രമിക്കപ്പെടുകയാണ്, അജ്ഞാതനാൽ വധിക്കപ്പെടുകയാണ്. നമുക്കറിയില്ല അജ്ഞാതനെ, പക്ഷെ ഭാരതത്തിന്റെ ശത്രുക്കൾ കൊല്ലപ്പെടുന്നു ലോകത്ത്. കാനഡയിൽ അവൻ അഭയം തേടുന്നു, ഭരണകർത്താക്കളുടെ പിന്നാലെ ഓടുന്നു. ബ്രിട്ടനിൽ അവൻ അഭയം തേടുന്നു. ഞങ്ങളെ ഇന്ത്യ വധിക്കുന്നു. അഭിമാനിക്കേണ്ട ഇന്ത്യക്കാരൻ. എന്തെങ്കിലും ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ലോകത്തിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ? നാം എവിടെ നിൽക്കുന്നു? നമ്മളെ തൊട്ടാൽ ലോകത്തെവിടെയും നീ ഒളിക്കില്ല. അത്തരം ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പെഹൽഗാമിലെ ഈ വിഷയങ്ങളിൽ അടക്കം ഏറ്റവും ഗതികെട്ട കാര്യം, നമ്മളിപ്പോ ഇവിടുത്തെ നേതാക്കൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ രമേശ് ചെന്നിത്തലാജി ഇപ്പം പഹൽഗാമിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, എന്താണ് അഭിപ്രായം? നമ്മുടെ വീട്ടിലൊരു കള്ളൻ കയറി, എന്താണ് അഭിപ്രായം? അത് നിങ്ങൾ ജയിച്ചു കൂട്ടാഞ്ഞിട്ടല്ലേ? സതീശൻ ജി എന്താണ് അഭിപ്രായം? നിങ്ങൾ സെക്യൂരിറ്റി വെക്കണമായിരുന്നു. കള്ളനെ കള്ളനെന്ന് വിളിക്കാനുള്ള ആംബിയർ ഗോവിന്ദൻ മാഷിന് പോലും ഇല്ല. കള്ളനെ കള്ളാന്ന് വിളിക്കില്ല, തീവ്രവാദിയെ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള നട്ടല്ലില്ല. അഥവാ വെറും ബ്ലഡി പൊളിറ്റിക്സ്, മോശം രാഷ്ട്രീയം. ഈ എടുത്ത് തലയെ വെക്കുന്നതൊക്കെ ഇവർക്ക് നാളെ കുറിച്ചായി തീരുമെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. മുമ്പ് എപ്പോഴൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അയാളുടെ സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. എൻ്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ഞാനത് അത്തരത്തിൽ പറയുന്നില്ല. കണ്ടു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അഷ്റഫ് മൗലവിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കിത്തരാമെന്ന് വാക്ക് തന്നതുകൊണ്ടാണ് ഞങ്ങൾ വേണുഗോപാലിന് പിന്തുണ കൊടുത്തത് ആലപ്പുഴയിൽ എന്ന് പരസ്യമായ സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. എനിക്കതിന് ഉത്തരവാദിത്വമില്ല കേട്ടോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു വെച്ചാൽ പറഞ്ഞതേ ഉള്ളൂ. സത്യമാവാനാണ് സാധ്യത. എന്തും ചെയ്യും. ആ തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വളരെയധികം ഒരു തരംതാണിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയായി മാറിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പാകിസ്ഥാനെ നോക്കൂ. തീവ്രവാദി സംഘടനയാണ് ഇവിടെ ഇത് ചെയ്തതെങ്കിലും അതിന്റെ പിന്നിൽ പാകിസ്ഥാൻ സർക്കാരുണ്ടെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. അവരുടെ പ്രധാനമന്ത്രി ആദ്യം പ്രതികരിച്ചത് നമ്മൾ കണ്ടു. ഞങ്ങൾ ആണവശക്തിയാണ് എന്നൊക്കെ പറഞ്ഞു. ആരെയാ? ഭാരതത്തിനെയാണ്. ഭാരതത്തോടാ പറയുന്നത് ഞങ്ങൾ ആണവശക്തിയാണ്. എന്താ പറയുക? കുതിരവട്ടപ്പോ മെഷീൻ കണ്ണും കൈ പിടിച്ചിട്ട് നമ്മളെ ഇങ്ങനെ ആ സീനൊന്ന് ഉറപ്പ് നോക്കി നമുക്ക് ചിരിയല്ലേ വരൂ. നമ്മുടെ മുന്നിലാണോ ആണവശക്തിയാണെന്ന് പറയുക? ഇനി അത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ബിലാവൽ ഭുട്ടോയുടെ ഡയലോഗ് എന്താ? സിന്ധു നദി ചോരപ്പുഴയാകും. അവിടെ ഭരണകക്ഷിയിലെ നേതാക്കളും പ്രതിപക്ഷങ്ങളും എല്ലാം ഭാരതത്തിനെതിരെ അത്തരം പ്രകോപനപരമായ അവരുടെ രാജ്യസ്നേഹമാണ് അതിനകത്ത് പ്രകടിപ്പിക്കുന്നത്. എന്ത് ന്യായം പറഞ്ഞാലും നമ്മുടെ സ്തുതിയോ? എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞു?
എന്താ പറഞ്ഞത്? ഇന്റലിജൻസ് വീഴ്ച. ചെന്നിത്തല പറഞ്ഞ അതേ കാര്യം നിങ്ങൾ ഗേറ്റ് കൂട്ടാൻ എന്താണ്? നമുക്ക് ശത്രുക്കൾ പുറത്തേക്കാളുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അകത്തിരിക്കുന്ന ആളുകളാണ്. രാജ്യസ്നേഹമില്ലാതെ, രാജ്യത്തെ പിന്തുണയ്ക്കാതെ ഇത്തരം നിലപാടെടുക്കുന്നവരാണ് നമുക്ക് അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലത് പറയുന്നത് ഹിന്ദുക്കളുടെ കാര്യമോ അല്ലെ ക്രിസ്ത്യാനിയുടെ കാര്യമോ ഒന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പോ ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി പടർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ. അങ്ങനെയാണോ എന്ന് നോക്കിയാൽ ആ ഐഡിയോളജിയിൽ വിശ്വസിച്ച് ഒരുപാട് പേര് ആ അത്തരത്തിലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതുകൊണ്ട് അത് ശരിയാവില്ല. ഒരു ഐഡിയോളജി ശരിയാവണമെങ്കിൽ അത് മനുഷ്യരാശിക്ക് ഗുണകരമാണെന്ന് തെളിയിക്കാൻ കഴിയണം. ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിലും ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന തീവ്രവാദങ്ങളിലും ഏറെക്കുറെ ഒരു മതത്തിൽ നിന്നുള്ള തീവ്രവാദം ഉണ്ടെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മതം കൊണ്ടൊരു തീവ്രവാദം ഈ ലോകത്ത് ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരം മാത്രം, ഒറ്റ മതം മാത്രം. വേറെ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? വേറെ ഏതെങ്കിലും മതം നിങ്ങൾക്കറിയാമോ? കേട്ടിട്ടുണ്ടോ? ഒറ്റ ഉത്തരം. അതുകൊണ്ട് അത് പടരുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കോവിഡ് പടരാറുണ്ട്, ഫ്ലൂ പടരാറുണ്ട്, എയ്ഡ്സും പടരാറുണ്ട്. മനുഷ്യരാശിക്ക് ദോഷകരമാണെങ്കിൽ ആ പടർച്ചയെ തടയിടണം. ആ ഐഡിയോളജി തെറ്റാണെങ്കിൽ അതിനെ തടയിടണം. അതിനുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു. ലോക നേതാക്കളുടെ ഇടപെടലും ഭാരതത്തിലും അതേ അവസ്ഥ നമ്മളെ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. ഞാൻ നീട്ടാതെ തന്നെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് എനിക്ക് തന്ന വഖഫിലെ ഒരു കാര്യം പറയാം. വഖഫ് വിഷയത്തിൽ ഞാൻ കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനം നടത്തിയതിൽ എൻ്റെ കൂടെ ഇരുന്നത് ഷംസാദ് ഹുസൈൻ എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. ഈ ഷംസാദ് ഹുസൈൻ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമ സിദ്ദിഖ് സേഠിൻ്റെ 5ാം തലമുറയിലുള്ള സ്ത്രീയാണ്. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു, പലതവണ പോയി. അവരുടെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അവരും വഖഫ് ബോർഡുമായിട്ട് കേസാണ്. അവരുടെ ഇപ്പോൾ വീടിരിക്കുന്ന എറണാകുളം നഗരത്തിലുള്ള ഭൂമിയും വഖഫിൻ്റെയാണെന്ന് പറഞ്ഞാൽ അവരെ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുക. വയസ്സായ സ്ത്രീയാണ്. അവർ പറഞ്ഞത് ഈ സിദ്ദിഖ് സേഠിന് ഈ ഭൂമി കയ്യിലിരിക്കും. ഒരാൾക്ക് ഈ പാടത്തിന് കൊടുത്ത ഭൂമി ഈ സത്താർ സേഠ് എന്ന് പറയുന്ന ആളെ ഇവരുടെ കുടുംബാംഗമേ അല്ല. അയാൾ വന്നത് കൈയടക്കി വെറും 2ാം വർഷം ഒരു ആധാരം ഉണ്ടാക്കിയിട്ട്, കള്ളാധാരം ഉണ്ടാക്കി 2ാം വർഷമാണ് ഇതെല്ലാം കൂടെ വഖഫിന് കൊടുക്കുന്നത്. ഈ നാട്ടിലെ മുഴുവൻ തൊപ്പിവെച്ച മൗലവിമാരും തങ്ങളുമാരും ഈ പുരോഹിതരും എല്ലാം മുനമ്പത്ത് വഖഫ് ഭൂമിയാണ്, ഞങ്ങൾ തൊടിയിക്കില്ല, പ്രകോപനപരമായി എന്തൊക്കെ ഈ നാട് മുഴുവൻ പ്രസംഗിച്ചു. നിങ്ങളെല്ലാം കേട്ടതല്ലേ? നല്ല ഭാഷയിലാണോ അവർ പറഞ്ഞത്? അത് വഖഫ് ഭൂമിയാണ്, അത് അള്ളാന്റെ ഭൂമിയാണ്, തൊടിയിക്കില്ല പറഞ്ഞില്ലേ? രേഖയിരിക്കുന്നു. റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് വഖഫ് ബോർഡിൽ നിന്ന് ഞാൻ മേടിച്ച രേഖ. മുനമ്പത്ത് വഖഫ് ബോർഡിന് ഭൂമിയില്ല. മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിന്റെ ഇതിൽ വരുന്നതല്ല, അത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫ് ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ രേഖ. എന്ത് ചെയ്യാൻ കഴിയും? മുൻപത്തെ ജനതയ്ക്ക് ഇതുകൊണ്ടൊന്നും ആ ഭൂമി തിരിച്ചു കിട്ടില്ല. കാരണം അവരുടെ എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, കരം മേടിക്കുന്നില്ല. അവിടെയാണ് LDF UDFിന്റെ ചതി അവിടെ നടക്കുന്നത്. അവരവിടെ ചെന്ന് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ സഹായിക്കും? കേന്ദ്ര നിയമം. ഈ പറവൂർ കിടക്കുന്ന സതീശനും കണ്ണൂർ കിടക്കുന്ന നേതാക്കന്മാരും ഒക്കെ ചെന്ന് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര നിയമത്തിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? BJP ഇടപെട്ടു. BJP പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ നിയമമാർഗങ്ങൾ ശരിയാക്കാം, മുനമ്പത്തുകാർക്ക് ആ അവകാശം തിരിച്ചു കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അവർ പാർലമെന്റിൽ BJP പറഞ്ഞ വാക്ക് പാലിച്ചു അന്തസ്സായി. അതിനിടയ്ക്ക് വീണ്ടും അതിനകത്ത് കുത്തിത്തിരിപ്പ് വന്നു. ആ മുനമ്പത്തെ കമ്മിറ്റിയുടെ കൺവീനർ എന്നും പറഞ്ഞ് ഈ മാധ്യമങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത് കൺവീനറല്ല, ബെന്നി ജോസഫ് കൺവീനറല്ല, ജോയി കൈതക്കാരൻ എന്ന് പറയുന്ന മറ്റൊരാളാണ് അതിന്റെ കൺവീനർ.
അയാളെ ചവിട്ടിത്താക്കി വെച്ചിരിക്കുക BJP-ക്കെതിരെ സംസാരിക്കാൻ. അതിന്റെ പിന്നിൽ കോൺഗ്രസ് ആണ്, മുസ്ലിം ലീഗും. കാരണം നമുക്കിപ്പോ മുനമ്പത്തെ ഭൂമിയോടുകൂടി നമുക്ക് മനസ്സിലായി, മുൻപത്തെ ഈ ഇത്തരം പേര് വഴിയിലിറങ്ങേണ്ട അവസ്ഥ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി വഖഫിന് ഇതുപോലുള്ള അക്രമം പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് അവിടെ ഇവിടെയെല്ലാം ഏക്കർ കണക്കിന് എടുത്തിട്ട് മറച്ചു വിൽക്കലാണ് ഇവരുടെ ജോലി. മറച്ചു വിറ്റ് കാശം മേടിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിന് ക്ലെയിം വെച്ച് വീണ്ടും പണം ചോദിക്കുക. ഇപ്രാവശ്യം നീക്കത്തിന്റെ പിന്നിൽ നമ്മൾ കേൾക്കുന്നത് 400ഓളം ഏക്കർ കാസർഗോഡ് കണ്ടുവച്ചിട്ടുണ്ടവര്. അതിനാണ് ഓടിപ്പാഞ്ഞ് ഹൈദരലി തങ്ങളടക്കം ഓടി മുനമ്പത്ത് വന്നത്. 400 ഏക്കർ അവിടെ പുതിയ പ്രോജക്റ്റ് അവർ കണ്ടെത്തിയിട്ടുണ്ട്. മുനമ്പത്തെ ഭൂമി ഞങ്ങൾ വിട്ടു തരുന്നു, ഞങ്ങൾക്ക് അതുക. ഞാൻ പറയുന്നു, ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നു, ഈ വഖഫ് ബോർഡിന്റെ ഇത്തരം നടപടികൾ ശരിയായി അന്വേഷിക്കണം. ഇവർ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള മോഷണം ചെയ്തിട്ടുണ്ടാവും. പല സ്ഥലത്തും ഈ ഭൂമി ഇതുപോലെ മറച്ചു വിറ്റിട്ട് ഇടതും വലതും ഒന്നല്ലേ? ഇടവൻ മാറിക്കഴിഞ്ഞാൽ വലതും കയറും. ഈ ഫയൽ വേറെ ആരെങ്കിലും കാണുമോ? പറയാതെ കേൾക്കാതെ നമ്മളെപ്പോലുള്ളവർ എങ്ങനെ മനസ്സിലാക്കും? ഒരു കാലത്തും നമ്മളിലേക്ക് ഇതില്ല. എത്തണമെങ്കിൽ ഒരു തവണയെങ്കിലും BJP കാരണം, എത്തണമെങ്കിൽ ഈ സംസ്ഥാനം ഒരു തവണയെങ്കിലും BJP ഭരിച്ചാലേ ഇമാതിരിയുള്ള പൂത്തലുകൾ പുറത്തു വരൂ. ഞാൻ പച്ചയ്ക്ക് പറയാം, വരുന്ന തെരഞ്ഞെടുപ്പിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പരിശ്രമം, ക്രിസ്ത്യൻ സമൂഹത്തിനെ കൂടെ നിർത്താനായിട്ട് നടത്തിയ പരിശ്രമം ഫലം കണ്ടിരിക്കും. യാതൊരു സംശയവും. അതിന് UDF-ഓ LDF-ഓ എന്ന് പറഞ്ഞാലും അവിടെ നിൽക്കില്ല. ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്രിസ്ത്യാനികൾ സ്വയമേവ കണ്ടെത്തി കഴിഞ്ഞു. ഞങ്ങൾ എന്തിന് കോൺഗ്രസിനെ വിശ്വസിക്കണം? ഞങ്ങൾ എന്തിന് LDF-നെ ഞങ്ങൾ വിശ്വസിക്കണം? 60 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഒരു 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 സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സാധനം ഞാൻ അങ്ങോട്ട് വായിക്കാം. അപ്പൊ കേൾക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് 60 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയതെന്ന്. ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ ഷാജഹാൻ റോഡ് വഴി പോയാൽ അക്ബർ റോഡിലെത്താം. പിന്നെ ബാബർ റോഡിലേക്ക് തിരിഞ്ഞ് കുറച്ച് പോയാൽ ഹുമയൂൺ റോഡ് കിടന്നൊരു സർക്കിളിലെത്തും. അവിടുന്ന് തിരിഞ്ഞ് തുക്കളക്ക് ലൈൻ വഴി ഔറംഗസീബ് റോഡ് കിടന്ന് സഫ്ദർ എന്ന റോഡിലെത്തും. പിന്നെ തുക്കളക്കാബാദ് കഴിഞ്ഞ് ജാമിയ നഗറിൽ കൂടി പോയാൽ കുത്തബ് മീനാർ കാണാം. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സരായ് കാമല കഴിഞ്ഞ് നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി വീട്ടിലെത്താം. ഏതെക്കുറെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. തീർത്തു പറയുന്നു, എഴുതി വെച്ചോളൂ. കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൂക്ക് സഭയായിരിക്കും. BJP തീരുമാനിക്കും ഇവിടെ ആര് ഭരിക്കണമെന്ന്.